വളച്ചുകെട്ടൊന്നും കൂടാതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? രവി ഒരു വിവാഹം കഴിക്കണം. വിവാഹമോ? ഞാനോ? രവി ഒരു വിവാഹം കഴിച്ചാലേ കൗസല്യയുടെ മനസ്സിന് സ്വസ്ഥത കിട്ടും. ഞാനിങ്ങനെ തുറന്നു പറയുന്നതിൽ രവി തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. കൗസല്യക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ ആ കുഞ്ഞിന്റെ അച്ഛനാണ്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഗായത്രി എന്തുകൊണ്ടും രവിക്ക് ചേർന്നവളാ. രവി അവരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽപ്പരം ഒരു സന്തോഷം ഉണ്ടാകാനുമില്ല. ഞാൻ നിർബന്ധിക്കല്ല, രവി ആലോചിച്ച് തീരുമാനിക്കും. ഏതായാലും ഇത് തന്നെയാണ് നന്നായത്. എന്തായാലും അദ്ദേഹം കൗസല്യയുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. കൗസല്യക്കൊരു ജീവിതം കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നേരെ ഒരുപാടായി. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടെ. ശരി. പാടി രമണി. എന്താ? ഇദ്ദേഹം കിട്ടുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, മാർക്കറ്റിൽ പോവും, കുഞ്ഞിനെ നോക്കും, അതിനെല്ലാം ജോലിയും ചെയ്യും. എന്നെ അടുക്കളയിലൊന്നും സഹായിക്കും. എന്റെ വേലക്കാരനാണ് ഇദ്ദേഹം. വേലക്കാരനാണെന്ന് പറയാൻ വയ്യ, എന്റെ ഒരു രക്ഷിതാവിനെ പോലെയാണ്. നല്ല കഥ. നിനക്കെന്തോ അബദ്ധം പറ്റിയിരിക്കുകയാണ് കൗസല്യ. എന്താണ്? ഇദ്ദേഹം മിസ്റ്റർ രാജഗോപാലിന്റെ അച്ഛനാണ്. അല്ലേ ഫാദറുണ്ടോ? അതെ. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഇന്ന് വരട്ടെ. ഗുഡ് ബൈ. ഈ കേട്ടത് ശരിയാണ്. ഞാൻ ഈ കേട്ടത് ശരിയാണ് കിട്ടുമോ? അല്ല അച്ഛ. അതെ മോളെ. അച്ഛൻ എന്നെ കൊണ്ട് എന്തിനീ പാപം ചെയ്യിച്ചു? പാപം ചെയ്തത് മോളല്ല, എന്റെ മകനാണ്. മകൻ ചെയ്ത പാപത്തിന് ഈ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു മോളെ. മോളെ, നീ എന്ത് പറഞ്ഞാലും ഈ വീട്ടിൽ കഴിഞ്ഞതുപോലുള്ള നല്ല ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോളെ, എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹം ഒരു വേലക്കാരനുള്ളതല്ലായിരുന്നു, ഒരു അച്ഛനുള്ളതായിരുന്നു. എന്റെ മകൻ എനിക്കാരുമല്ലായിരുന്നു, പക്ഷേ മോൾ എനിക്കെല്ലാമാണ്. ഈ കുഞ്ഞെനിക്ക് ജീവനാണ്. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയില്ലേ, ഞാൻ തന്നെ അവന്റെ അടുത്ത് കൊണ്ടാക്കാം. പുറപ്പെടും. രാജഗോപാൽ ഇല്ലേ? പുറത്തു വരിക, ഇപ്പൊ വരും. വാമ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വന്നും തോന്നുന്നു.
എന്തൊരു വെയില്. ഇത് തന്നെയല്ലേ രാജഗോപാലിന്റെ വീട്? അതെ. നിങ്ങളാരാ? നല്ല ചോദ്യം. നിങ്ങളാരാ? ഞാൻ രാജഗോപാലിന്റെ അച്ഛനാ. ഇപ്പോഴെങ്കിലും പരിചയപ്പെടാൻ കഴിയാതിരിക്കുന്ന ഭേദം. നിങ്ങളുടെ മകൻ ഇവിടെ പ്രസവമുണ്ടാക്കിയതാ. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്ഥലമാറ്റമായി ഇവിടെ വന്ന വിവരത്തിന് ഒരു എഴുത്തെങ്കിലും എഴുതി കൂടെ? ജോലിത്തിരക്കിലായിരിക്കും. എന്നാൽ അങ്ങനെ അല്ലല്ലോ. ഓ, തേടിപ്പിടിച്ചിവിടെ എത്താൻ പെട്ട പാട്. മോളെ വന്ന കാലം വെക്കാതെ കുഞ്ഞിനകത്തുണ്ട് ഒരിടത്തു. എന്തായാലും ഇനി കുളിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. തെറ്റുപറ്റുമോ? നമ്മളെല്ലാം വീണ്ടും അവൻ ചതിച്ചു. ഇനി ഒന്നും ആലോചിക്കണ്ട, പുറപ്പെട്ടോളൂ. ദേവിയുടെ അടുത്തേക്ക്. മോൾ സംശയിക്കരുത്. എല്ലാം അവനോട് തുറന്നു പറയും. അവൻ നിന്നെ സ്വീകരിക്കാതിരിക്കില്ല. വേഗം പോകും.